അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി താരിഫ് പരിഷ്കരണങ്ങൾ ആഗോള വ്യാപാരത്തിൽ പുതിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ വ്യാപാര കരാറിന് നിശ്ചയിച്ച 90 ദിവസത്തെ കാലാവധി ജൂലൈ 9 അവസാനിക്കാനിരിക്കെ ഇന്ത്യൻ കാർഷിക മേഖലയെ അത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾ വർദ്ധിക്കുകയുമാണ്. ഇന്ത്യൻ കാർഷിക വിപണി പൂർണ്ണമായി തുറന്നു കൊടുക്കണമെന്നും ഇറക്കുമതി തീരുവ പൂർണ്ണമായി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുമാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. നിലവിൽ ഇത് ഏറ്റവും കുറഞ്ഞത് 10%. അതേസമയം ജൂലൈ 9 മുൻപായി ഒരു ഇടക്കാല കരാർ ഉണ്ടാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ഇതിനോടകം ബ്രിട്ടനുമായും ചൈനയുമായും അമേരിക്ക വ്യാപാര ധാരണകളിലെത്തി കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. 2024 അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $8,800 കോടി ഇറക്കുമതി $4,200 കോടി ഇത് 2030 $50,000 കോടി ഉയർത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ജൂൺ 25 മുൻപേ ഇടക്കാല കരാർ പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ തിരക്കിട്ട ശ്രമങ്ങൾ നടത്തിയിരുന്നു. നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 26%, കയറ്റുമതിക്ക് 10%മാണ് തീരുവ. കൃഷി, ക്ഷീരമേഖലകളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതിക്ക് മിനിമം തുക നിശ്ചയിക്കുക, ക്വാട്ട ഏർപ്പെടുത്തുക എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇറക്കുമതി അളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകൾക്ക് സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ദീർഘകാലം നിലനിൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം.